നമുക്ക് സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു രാഷ്ട്രപതി ഉണ്ടായിരുന്നു APJ അബ്ദുൽ കലാം. യുവജനങ്ങളെ സ്വപ്നം കാണാൻ, അനന്തവിഹായസ്തുകളിലേക്ക് ഉളിയിടാൻ പ്രേരിപ്പിക്കുന്ന പ്രിയപ്പെട്ട രാഷ്ട്രപതി. ഇപ്പോൾ നമുക്കൊരു പ്രധാനമന്ത്രിയുണ്ട്, ശ്രീ നരേന്ദ്രമോദി. രാഷ്ട്രപതി വിചാരിച്ച, അന്നത്തെ രാഷ്ട്രപതി ചിന്തിച്ച ലൈനിൽ തന്നെയാണ് എന്ന് പ്രകടമായി തോന്നാമെങ്കിലും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരതത്തിൻ്റെ 80ാം സ്വാതന്ത്ര്യ ദിന ആഘോഷ മധ്യേ ചെങ്കോട്ടയിൽ നിന്നുകൊണ്ട് സംസാരിച്ചതിൻ്റെ സിംഹഭാഗവും, അല്ലെങ്കിൽ ആക്സെൻറ്റ് ആൻഡ് ഫോക്കസ് വാസ് ഓൺ യൂത്ത്. ഇതൊരു ഫെൽറ്റ് നീഡിൻ്റെ പ്രതിഫലനമായി കാണാം. എന്താണ് ആ ഫെൽറ്റ് നീഡ്? യഥാർത്ഥത്തിൽ 12 വർഷം പൂർത്തിയാക്കിയ മോദി സർക്കാരിനെ ഏറ്റവും അധികം പിടിച്ചുലച്ച വിഷയം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ കടന്നുവരവും ജൻസി പ്രക്ഷോഭവുമാണ്. അപ്പോൾ ജന്തർ മന്ദറിൽ കേന്ദ്ര സർക്കാർ ആയുധം വെച്ച് കീഴടങ്ങി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ചോദിച്ച് വാങ്ങി എടുത്ത കുട്ടികൾ, അല്ലെങ്കിൽ ചെറുപ്പക്കാർ, ജൻസികൾ, അവർ വിജയിച്ചു. അപ്പോൾ അവരിൽ ഒരു പാർട്ടിയോ BJP വിരുദ്ധതയോ പലരും ആരോപിച്ചേക്കാം. പക്ഷെ അതിനെ തന്ത്രപരമായ ഒരു നീക്കത്തിലൂടെ അവരൊക്കെ നമ്മുടെ പിള്ളേർ തന്നെയാണ്, നമ്മുടെ കുട്ടികളാണ്, പുതിയ തലമുറയാണ്. ആ തലമുറയ്ക്ക് വേണ്ടിയുള്ളതാണ് ഭാരതം. ഭാരതത്തിലെ ഇന്നത്തെ ചെറുപ്പക്കാർ, ഇന്നത്തെ ജൻസികൾ നാളത്തെ റെസ്പോൺസിബിൾ സിറ്റിസൻസ് ആണ്. അവരാണ് അധികാര സ്ഥാനങ്ങളിൽ വരേണ്ടത്. അവരോടൊപ്പമാണ് ഗവൺമെൻറ്, അവരോടൊപ്പമാണ് രാഷ്ട്രം. 1947 സ്വാതന്ത്ര്യം ലഭിച്ച് 100 വർഷം കഴിയുമ്പോൾ 2047 വികസിത ഭാരതം, യൂറോപ്യൻ അമേരിക്കൻ നിലവാരത്തിലുള്ള വികസിത ഭാരതം, ഒരുപക്ഷെ പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ വൻപൻ കുതിച്ചുചാട്ടം നേടിക്കൊണ്ട് വികസിത ഭാരതം സാധ്യമാവുമ്പോൾ അവിടെ ഏറ്റവും അധികം ആഹ്ലാദിക്കുന്നത് യുവജനങ്ങളായിരിക്കും. അതുകൊണ്ട് അവരുടെ സ്വപ്നങ്ങൾക്ക് തങ്ങൾ വിലമതിക്കുന്നു, അവരെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു. ഇതായിരുന്നു പ്രസംഗത്തിൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിൽ മോദിയുടെ സംസാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് ഏരിയ. അതിൻ്റെ ഭാഗമായി, ഇത് വെറുതെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ, ഇത് വാക്തോരണിയല്ലേ, സ്പെസിഫിക്കായി വിമർശകർ ചോദിക്കും, എന്താണ് മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, വാട്ട് ഡു യു ഹാവ് സ്പെസിഫിക്കലി? ഉത്തരമുണ്ട്. ജൻസികൾ അവരിൽപ്പെട്ടവരാണല്ലോ മത്സര പരീക്ഷ എഴുതുന്നത്. മത്സര പരീക്ഷ എന്നത് വൻപൻ ബിസിനസ്സാണ്, പലപ്പോഴും കൊള്ളയുമാണ്, വലിയ പണച്ചിലവുള്ള കാര്യമാണ്. കോച്ചിങ് സെൻറ്ററിൽ അയച്ച് മെറിറ്റ് നേടിയെടുക്കുക, മത്സര പരീക്ഷയ്ക്കുള്ള കോമ്പിറ്റൻസ് നേടിയെടുക്കുക എന്നത് ചിലവേറിയ അനുഭവമാണ്. അടിസ്ഥാന വർഗത്തിൽപ്പെടുന്ന കുട്ടികൾ, വളരെ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള കുട്ടികളാണെങ്കിൽ പോലും മത്സര പരീക്ഷ എഴുതുമ്പോൾ പരാജയപ്പെടുന്നത് വേണ്ട രീതിയിൽ ക്വാളിറ്റി കോച്ചിങ്ങിൻ്റെ അഭാവമാണ്. ഒന്നുകിൽ കോച്ചിങ് സെൻറ്ററിൽ പോകാനുള്ള പണമില്ല, അല്ലെങ്കിൽ തീരെ ചിലവ് കുറഞ്ഞ കോച്ചിങ് സെൻറ്ററിൽ വിട്ട് വേണ്ട രീതിയിൽ പരിശീലനം ലഭിക്കാതെ പോകുന്നു. അതേസമയം വരേണ്യവർഗത്തിൻ്റെ അല്ലെങ്കിൽ മധ്യവർഗത്തിൻ്റെ പ്രതിനിധികൾ, കുട്ടികൾ, അവരെല്ലാം മികച്ച കോച്ചിങ്ങിന് വിധേയമായി അല്ലെങ്കിൽ കോച്ചിങ് സെൻറ്ററിൽ പോയി മെറിറ്റ് അവർ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അത്ര ജൈവികമായി ഉണ്ടായി വരുന്നതല്ല മെറിറ്റ് എന്ന ഒരാക്ഷേപം ജൻസി തലമുറയിൽപ്പെടുന്ന കുട്ടികൾക്കുണ്ട്. കാരണം അവരിൽ രാഷ്ട്രീയമില്ല പ്രകടമായി. BJP അനുകൂലമോ കോൺഗ്രസ് അനുകൂലമോ ഇടതുപക്ഷ അനുഭാവമോ ഒന്നുമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം പുഷ്പിക്കണം, അവരുടെ ജീവിതം വളരെ സ്ട്രോങ് ആയി മുന്നോട്ട് പോകണം. വലിയ സ്വപ്നങ്ങളുണ്ട്. അത് നേടാൻ രാഷ്ട്രത്തിനുള്ളിൽ നിന്നാൽ അവസര സമത്വമില്ല എന്നൊരു ചിന്ത വ്യാപകമാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് രാഷ്ട്ര പുനർനിർമ്മാണം സാധിക്കുക? എങ്ങനെയാണ് വികസിത ഭാരതം സാധിക്കുക? ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾ വരേണ്ട ഇടം തന്നെയാണ് ഗവൺമെൻറ് സർവീസ്. മത്സര പരീക്ഷയിലൂടെ ഗവൺമെൻറ് നൽകുന്ന ജോലികൾ, അതിലേക്ക് വരേണ്ടത് ഇന്ത്യയിൽ ഏറ്റവും മികച്ചവരാണ്. ഇന്ത്യയിൽ ഏറ്റവും മികച്ചവർ. ഇപ്പോൾ ഇവിടെ ഒരു ഭാവിയില്ല എന്ന് കണ്ടുകൊണ്ട് മത്സര പരീക്ഷ എഴുതാൻ വലിയ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ കോച്ച് അത്രയും പണം ചെലവഴിക്കാനല്ല എങ്കിൽ പിന്നെ വല്ല ടെക്നിക്കൽ ജോലിയും ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ എടുത്തുകൊണ്ട് വിദേശങ്ങളിൽ പോയി ജോലി ചെയ്യാം എന്ന മനോഭാവത്തിലേക്ക് മാറുന്നത് അപകടമാണ്. അതുമാത്രമല്ല, മത്സര പരീക്ഷ പഠിച്ച് എഴുതി കഷ്ടപ്പെട്ട് എഴുതി കഴിയുമ്പോൾ അതിൻ്റെ വാല്യുവേഷനിൽ പിശകുണ്ടാകുന്നു, അതല്ലെങ്കിൽ ചോദ്യപേപ്പർ സെറ്റിങ്ങിൽ പിശകുണ്ടാകുന്നു. അതുമാത്രമല്ല, ചോദ്യപേപ്പർ തന്നെ ചോർത്തി നൽകുന്ന റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയരുമ്പോൾ ഗവൺമെൻറ് ആദ്യമൊക്കെ പ്രതിബദ്ധത കാട്ടാൻ മടിച്ചു നിന്നു. വൈകിയെങ്കിലും
ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രി ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ചൊഴിയേണ്ടി വന്നു. ഇതെല്ലാം ചരിത്രമായി നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ജെൻസിയെ സമാധാനിപ്പിക്കാൻ, അവരെ കൂട്ടത്തിൽ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ ഒരു ബാൻഡ് വാഗൺ, BJP ഉയർത്തിയ ഒരു ബാൻഡ് വാഗൺ ഇഫക്റ്റിൽ ജെൻസികളെ കൂടി ചേർത്ത് പിടിക്കാൻ, അവരെ ഒരു വോട്ട് ബാങ്കായി കൂടി കണ്ടുകൊണ്ട്, അവരാണ് വോട്ട് ബാങ്ക്. ഇപ്പോൾ 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള ഈ യുവതിയൊക്കാളുടെ എണ്ണമെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 30% ഇന്ത്യൻ പോപ്പുലേഷനാണ്. ഒരു 15 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ആ ഒരു തലമുറയിൽപ്പെട്ട 30% ഇന്ത്യൻ ഇലക്ട്രേറ്റ് ഈ ഏജ് ഗ്രൂപ്പിൽപ്പെടുന്നവരാണ്. അവരെക്കാലത്തും ഈ അടുത്ത കാലത്തൊക്കെ അവരുടെ നല്ലൊരു പങ്ക്, പ്രത്യേകിച്ച് അർബൻ മെട്രോപൊളിറ്റൻ കമ്മ്യൂണിറ്റിയിൽ പെടുന്നവർ വലിയൊരു പങ്ക്, എല്ലാവരും എന്ന് പറയാനാവില്ല, വലിയൊരു പങ്ക് ഭാരതീയ ജനതാ പാർട്ടിയിൽ വിശ്വസിച്ചിരുന്നവരും BJPക്കും നരേന്ദ്രമോദിക്കും ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്നവരുമാണ്. അവരുടെ കൂടെ ഗുഡ്വില്ലിലാണ് ഇന്നത്തെ ഭരണം. തുടർ ഭരണമാണ്. അതായത് മോദി 3.0 ആണ്. അപ്പോൾ ഇവിടെ ഒരു വിശ്വാസവഞ്ചന കാട്ടിയിരിക്കുന്നു. തങ്ങളുടെ സ്വപ്നത്തിന്മേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് എന്നാണ് വിദ്യാർത്ഥികൾ പൊതുവേ ഇപ്പോൾ ചിന്തിക്കുന്നത്. എല്ലാവരുമല്ല, പൊതുവേ ABVP ഉണ്ട്, ബജ്റാങ് ദളുണ്ട്, അങ്ങനെയുള്ള BJPയുടെ യൂത്ത് ഓർഗനൈസേഷൻസും മറ്റു ചില സംഘപരിവാർ സംഘടനകളെയും ഒഴിച്ചു നിർത്തിയാൽ നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്ക് കോൺഗ്രസ് ഗവൺമെൻറ്, മുൻകാല കോൺഗ്രസ് ഗവൺമെൻറ്റും ഇപ്പോഴത്തെ BJP നേതൃത്വം നൽകുന്ന NDA ഗവൺമെൻറ്റും തമ്മിൽ കാര്യമായ വ്യത്യാസം ഇക്കാര്യത്തിൽ കാണാനില്ല. അവരെല്ലാം ഇന്ത്യ മുന്നണിയിലേക്ക് ചാടിക്കേറി എന്നർത്ഥമെടുക്കേണ്ട. അതുകൊണ്ടാണ് പറഞ്ഞത് അവരൊന്നും ഇന്ത്യ മുന്നണിക്കാരല്ല. അവരിൽ ചിലരൊക്കെ ഉണ്ടാവാം, പക്ഷേ അവർക്ക് മാറ്റം വേണം. അങ്ങനെയെങ്കിൽ താൻ തയ്യാറാണ്, മാറ്റം കൊണ്ടുവരാൻ താൻ തയ്യാറാണ്. അതിൻ്റെ ഭാഗമായി കോച്ചിങ് സെൻ്ററുകളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഫ്രീ കോച്ചിങ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന സിസ്റ്റം എന്താണ്? ഗവൺമെൻറ് 10,000-കണക്കിന് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വിവിധയിടങ്ങളിൽ, ഇന്ത്യയുടെ മീഡിയം സിറ്റീസിലും ബിഗ് സിറ്റീസിലും ചെറിയ സെൻറ്റേഴ്സിലും ഉൾപ്പെടെ 1000-കണക്കിന് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൊണ്ടുവരും എന്ന ഒരു പ്രതീതിയാണ് ജനിക്കുന്നത്. എല്ലാവർക്കും കോച്ചിങ് ലഭ്യമാകും എന്നതാണ്. പക്ഷേ ഇത് പ്രായോഗികമാണോ? എനിക്ക് സംശയമുണ്ട്. ആ സ്കെയിലിൽ ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് എത്രത്തോളമാകാം? വിദ്യാഭ്യാസത്തിന് വേണ്ടി നീക്കിവെച്ച തുകയിൽ നിന്നും ഈ ഒരു ചെലവ്, ഭീമമായ തുക കണ്ടെത്തേണ്ടതുണ്ട്. ഒരു കാര്യം. 2, സർക്കാർ കാര്യം മുറ പോലെ എന്നതാണല്ലോ പൊതുവെയുള്ള രീതി. പിറക്കാൻ പോകുന്ന കുഞ്ഞിന് ജാതകം എഴുതുകയാണ് എന്ന് ദയവായി പ്രിയപ്പെട്ട പ്രേക്ഷകർ ചിന്തിക്കരുത്. എങ്കിൽ പോലും ഗവൺമെൻറ് ഹോസ്പിറ്റൽസ്, ഗവൺമെൻറ് സ്കൂൾസ് ആൻഡ് കോളേജസ്, ഇതിൻ്റെ എല്ലാം റണ്ണിങ്ങിൽ സംഭവിക്കുന്ന അനിവാര്യമായ ചില പരിമിതികളുണ്ടല്ലോ, ചില ദുരന്തങ്ങളുണ്ടല്ലോ, ചില മെല്ലപ്പോക്കുകളുണ്ടല്ലോ, ചില നോൺ പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡുകളുണ്ടല്ലോ. ഇതെല്ലാം കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും എന്തുകൊണ്ട് കടന്നു വരില്ല എന്ന് പറയാൻ സാധിക്കും? അറിയില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ പ്രൈവറ്റ് കോച്ചിങ് സെൻറ്റേഴ്സ് ഇവിടെ നിലനിൽക്കും. പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉള്ളതുപോലെ ഈ ചാണക്യാസും റാവുസും ഒക്കെ സിവിൽ സർവീസ് കോച്ചിങ് സെൻറ്റേഴ്സാണ്. അതുപോലെ മറ്റേ നീറ്റ് കോച്ചിങ്ങിന് വേണ്ടിയുള്ള സെൻറ്റേഴ്സ്, ഇതെല്ലാം തന്നെ ഇവിടെ നിൽക്കും. ഒരു കോച്ചിങ് സെൻറ്ററും അടച്ചുപൂട്ടി പോകുമെന്ന പ്രതീതിയില്ല. അവർ അതിജീവനത്തിനുള്ള മാർഗങ്ങൾ കണ്ടെത്തും. അവർ വലിയ പരസ്യങ്ങളിലേക്ക് നീങ്ങും. ക്വാളിറ്റി എഡ്യൂക്കേഷൻ. അത് മാത്രമല്ല, വീണ്ടും തങ്ങളിലൂടെ മാത്രമേ യഥാർത്ഥത്തിൽ മത്സര പരീക്ഷ ജയിക്കാനാവൂ. സർക്കാർ നൽകുന്ന സൗജന്യമായ മത്സര പരീക്ഷാ പരിചയം, കോച്ചിങ്, അത് ഗുണപരമാവില്ല എന്ന വ്യാപകമായ പ്രചരണമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ പ്രതീക്ഷിക്കാവുന്നത്. പക്ഷേ ശുഭോദർക്കമായി ഇതെല്ലാം വരുമ്പോഴും ഇങ്ങനെ സംഭവിച്ചില്ലല്ലോ, ഇനി വരാൻ പോകുന്നതിന് മുൻകൂട്ടി തന്നെ ഇത് പരാജയമാവും എന്ന് പറയാനും നമുക്കാവില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെ സമഭാവനയോടുകൂടി തന്നെ നേരിടാം, അതിനെ വെൽക്കം ചെയ്യാം. സാധാരണക്കാരൻ്റെ മക്കൾക്ക്, തൊഴിലാളികളുടെ മക്കൾക്ക്, അടിസ്ഥാന വിഭാഗത്തിൻ്റെ പ്രതിനിധികൾക്ക്, കൊച്ചുകുട്ടികൾക്ക് കടന്നു വരാവുന്ന മേഖലകളിലേക്ക് അവർ വരട്ടെ. അവർ ഗവൺമെൻറ് സർവീസിൻ്റെ ഭാഗമാകട്ടെ. സിവിൽ സർവീസിലേക്കും ടെക്നിക്കൽ സർവീസിലേക്കും അതുപോലെ ഗവൺമെൻറ് ശമ്പളം നേരിട്ട് നൽകുന്ന സർവീസുകളിൽ അവരുടെ സാന്നിധ്യം ഉണ്ടാവട്ടെ. ഇനി മറ്റൊരു ദുരന്തം കൂടെ സംഭവിക്കാം. ഇതെല്ലാം സംഭവിക്കുമ്പോഴും ഇന്ത്യയിൽ ആകമാന തൊഴിലവസരങ്ങളുടെ കേവലം 2% താഴെയാണ് പൊതുമേഖലയിൽ ലഭ്യമാകുന്നത്. അതും ഗവൺമെൻറ് നേരിട്ട് ശമ്പളം കൊടുക്കുന്നത് 100 പേരിൽ ഒരാൾക്ക് പോലും ഇല്ല എന്ന് ഓർക്കണം. അങ്ങനെ വരുമ്പോൾ തുച്ഛമായ തൊഴിലവസരങ്ങളാണ് ആകമാന തൊഴിൽ. അത് സ്വയം തൊഴിൽ കണ്ടെത്തിയവർ, കർഷകർ, കൃഷി വൃത്തിയാക്കിയവർ, അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർ, ഇവരെല്ലാം മാറ്റി നിർത്തി പൂർണ്ണമായി ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്ന
തൊഴിലിലാണ് ഇതുപോലെയുള്ള മത്സര പരീക്ഷകൾ പ്രാവർത്തികമാകുന്നത്. അവിടെ എത്രത്തോളം പേര് എപ്പോഴും ഉറച്ചു നിൽക്കും? അപ്പോൾ വിശ്വാസ്യത പൊതുവെ നഷ്ടപ്പെട്ടതുകൊണ്ട് വിശ്വാസ്യത തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ചെങ്കോട്ടയിൽ നിന്നുകൊണ്ട് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തപ്പോൾ കൃത്യമായി കുറിച്ചിട്ട ഒരു കാര്യമുണ്ട്: എനിക്ക് അവസരം വരും. പാർലമെൻറ്റിൽ കൈ പൊള്ളി, വല്ലാതെ മുഖം നഷ്ടപ്പെട്ടു. അമിത്ഷായെ ഷീൽഡ് ചെയ്ത് നിർത്തേണ്ടി വന്നു. അവസാന ദിവസം പാർലമെൻറ്റ് സമ്മേളനം അവസാനിക്കുന്ന ആ ദിവസം കേവലം 4 മിനിറ്റ് മാത്രം പാർലമെൻറ്റിനുള്ളിൽ, ലോക്സഭയ്ക്കുള്ളിൽ ചെലവഴിച്ചുകൊണ്ട് അമിത്ഷായ്ക്ക് പിൻവാങ്ങേണ്ടി വന്നു. അപ്പോൾ അമിത്ഷായെപ്പോലെ ഒരാളെ ഷീൽഡ് ചെയ്ത് പിടിക്കേണ്ടി വരിക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കടന്നു വരാവുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കുക, പ്രതിപക്ഷ പ്രക്ഷോഭം എന്നൊക്കെ പറഞ്ഞാലും ശബ്ദഘോഷങ്ങൾ പുത്തരിയൊന്നുമല്ല പാർലമെൻറ്റിൽ. പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കുന്ന ഒരു ഇച്ഛാശക്തി, ഒരു ഉത്തരം പറയാനുള്ള പ്രതിബദ്ധത എന്തുകൊണ്ട് സർക്കാർ കാട്ടിയില്ല? കേന്ദ്ര ആഭ്യന്തരമന്ത്രി കാട്ടിയില്ല? അവിടെയും പേടി ജൻസിയാണ്. ജൻസി എന്ത് ചിന്തിക്കും? പ്രക്ഷോഭം അടിച്ചമർത്താൻ താൻ ഉത്തരവിട്ടു, അത് ന്യായമായിരുന്നു എന്ന് പറയാനാവുമോ അമിത്ഷായ്ക്ക്? ആവില്ലായിരുന്നു. ഇല്ല, താനൊന്നും അറിഞ്ഞിട്ടില്ല, മറ്റ് ഉദ്യോഗസ്ഥന്മാരാണ്, പോലീസ് മേധാവികളാണ് അതിനുള്ള ഉത്തരവ് കൊടുത്തത് എന്ന് പറഞ്ഞാലും അമിത്ഷായ്ക്ക് തലയൂരി പോരാനാവില്ല. കാരണം അവിടെയും എന്തുകൊണ്ട് താങ്കൾ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ ഡൽഹി പോലീസിൻ്റെ മേൽ, അല്ലെങ്കിൽ CRPFൻ്റെ, അല്ലെങ്കിൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ മേൽ താങ്കൾക്ക് നിയന്ത്രണം ഉണ്ടാകാതെ പോയി എന്നതിന് ഉത്തരം പറയാൻ അമിത്ഷായ്ക്ക് അപ്പോഴും കഴിയില്ല. അതുമാത്രമല്ല, ഇനി ഇതിന് ഈ ജൻസി വിഭാഗത്തിൻ്റെ പേരൻസ് പലരും BJPയോട് ചേർന്ന് നിൽക്കുന്നവരായിരുന്നു, അല്ലെങ്കിൽ ആണ് ഇപ്പോഴും. അവരെന്തു പറയും? അടിച്ചമർത്തിയതിനെക്കുറിച്ച് അമിത്ഷാ പറയുന്ന ഏത് വാക്കും വിവാദമാകും. അതുമാത്രമല്ല, ടേണിംഗ് പോയിൻ്റായി വന്നത്, കാറ്റലിസ്റ്റായി പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. സംഘ് പരിവാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പില്ലറായ രാഷ്ട്രീയ സ്വയം സേവക് സംഘ്, അതിൻ്റെ അധ്യക്ഷൻ അധ്യക്ഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്ക്, അതായത് മോഹൻ ഭാഗവത്, സർ സംഘ് ചാലക്, അദ്ദേഹം ഒരു താത്വികമായ നിലപാടെടുത്തു, ഒരു പ്രിൻസിപ്പിൾഡ് സ്റ്റാൻഡ് എടുത്തു. എന്താണത്? ജൻസികളെ പിണക്കാൻ പാടില്ല, അവരെ കേൾക്കാൻ ഗവൺമെൻറ് തയ്യാറാവണം, അവരുടെ ആവശ്യങ്ങൾ കുറേയെങ്കിലും നിർവഹിക്കാനാവുന്നത് നിർവഹിക്കണം. ഇതൊരു പ്രേരക ശക്തിയായി, കാറ്റലിസ്റ്റിക് ഫോഴ്സായി പെരുമാറിയതുകൊണ്ടാണ് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ഉണ്ടായത്. അതുകൊണ്ട് RSSൻ്റെ കൂടെ, കാരണം യുവജനങ്ങളെ പിണക്കുന്നത് ഭാവിയിലെ BJP അല്ലെങ്കിൽ സംഘ് പരിവാർ പ്രവർത്തനങ്ങൾക്ക് വലിയ ഒരു പോരായ്മയായി മാറും എന്ന തിരിച്ചറിവ് RSSനുണ്ടായി. ഈ സ്പിരിറ്റെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംസാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 1947 ഭാരതത്തെ വികസിത രാജ്യമായി മാറ്റും. അതുപോലെ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നേടിയ വൻപൻ കുതിച്ചുചാട്ടങ്ങൾ, ഇന്ത്യയുടെ വലിയ 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 ലോറൽസ്, ഇതെല്ലാം തന്നെ വിശദമായി പറയുമ്പോഴും പ്രസംഗത്തിൽ ഉടനീളം ഫോക്കസ് ഏറിയയായി വന്നത് യൂത്താണ്, ജൻസിയാണ്. അവരെ വോട്ട് ബാങ്കായി കണക്കാക്കാതിരിക്കുകയും അതേസമയം അവർ പൗരന്മാരായി പൂർണ്ണാർത്ഥത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി യുവശക്തി, ഇപ്പം നാരീശക്തിയെക്കുറിച്ചും യുവശക്തിയെക്കുറിച്ചും പറഞ്ഞാൽ പോരാ, ആ യുവശക്തിയെ ചാലകശക്തിയായി മാറ്റിയെടുത്തുകൊണ്ട് രാജ്യത്തിന് കുതിക്കാൻ അന്തരീക്ഷമുണ്ടാക്കുന്ന ഒരു പോസിറ്റീവ് ടോണാണെങ്കിൽ വെൽക്കം. അതല്ല, വീണ്ടും അവരുടെ വോട്ട് ഞങ്ങൾക്ക് നിർണായകമാണ്. ഇനി ഒരിക്കൽ കൂടി BJPക്കും NDAയ്ക്കും അധികാരത്തിൽ വരണമെങ്കിൽ ഈ കുട്ടികളുടെ വോട്ട് നിർണായകമാണ് എന്നതുകൊണ്ട് മാത്രമാണോ ഈ യുവജന പ്രേമം? ഇത് 2 അഭിപ്രായങ്ങളാണ്. ഏതായാലും വന്ദേ മാതരം വിഷയത്തിൽ ഗവൺമെൻറ്റിന് ചില ആശ്വാസങ്ങളുണ്ടായി. രാജ്യത്താകമാനം വന്ദേ മാതര ആലാപനത്തിൽ ചില യൂണിഫോമിറ്റി ഇല്ലായ്മയുണ്ടായി. ഇപ്പോൾ ഒരു നിയമവുമുണ്ട്. ആ നിയമം നടപ്പാക്കാൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഇപ്പോൾ കടിഞ്ഞാൺ ലഭിച്ചിരിക്കുകയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഊറിച്ചിരിക്കുമായിരുന്നു. താൻ എഴുതിയ ആനന്ദമഠം, അതിൻ്റെ ഒരു ഭാഗമാണല്ലോ വന്ദേ മാതരം. അത് ഇത്രത്തോളം ഗൗരവമായി രാഷ്ട്രം ഇപ്പോഴും 150 വർഷത്തിന് ശേഷവും രാഷ്ട്രം, മഹത്തായ ഭാരതം ഇപ്പോഴും അതേക്കുറിച്ച് വലിയ രീതിയിൽ ഡിബേറ്റ് ചെയ്യുന്നു എന്നത് തീർച്ചയായും അഭിമാനകരമായ കാര്യമാണ്. പക്ഷേ ആ ഡിബേറ്റിൽ കുറച്ചുകൂടി മാന്യത ഉണ്ടാകണം. നമ്മുടെ ദേശീയ സ്തംഭങ്ങൾ, ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ ഗാനങ്ങൾ, ദേശീയ നിറങ്ങൾ, പതാക മുതലായവയെ വേണ്ട രീതിയിൽ ആദരിക്കാനും ബഹുമാനിക്കാനും അടിച്ചേൽപ്പിക്കലുകളില്ലാതെ ഇതിനെയൊക്കെ നെഞ്ചിലേറ്റാനും കഴിയുമ്പോഴാണ് വികസിത ഭാരതത്തിനൊരു ആത്മാവുണ്ടാവുക. അല്ല എങ്കിൽ വികസിത ഭാരതം കേവലം ആത്മാവില്ലാത്ത വെറും ഭൗതികമായ രാഷ്ട്രമായിരിക്കും.
അതുകൊണ്ട് ഇൻഡിപെൻഡൻസ് ഡേയുടെ സ്പീച്ചിൽ പ്രധാനമന്ത്രി എന്തു പറഞ്ഞു എന്നതല്ല, എന്താണ് റിയൽ സ്പിരിറ്റ്, എന്താണ് റിയൽ നീഡ്, അതിനെ ഉൾക്കൊള്ളാൻ എല്ലാവരെയും സമഭാവനയോടെ കാണാൻ പ്രധാനമന്ത്രി കഴിഞ്ഞിട്ടുണ്ടോ എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ ഔട്ട് ഓഫ് കമ്പൽഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ ഒരു സംസാരം ജെൻസിയെ ഉൾപ്പെടുത്തേണ്ടി വന്നു. അത് കോണ്ടെക്സ്റ്റലാണ് എന്ന് ചിലർക്ക് വാദിക്കാമെങ്കിലും അത് കമ്പൽഷൻ്റെ അടിസ്ഥാനത്തിൽ, നിർബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽപ്പിനായി ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു മെയ്വഴക്കത്തോടു കൂടിയുള്ള ഒരു വാഗ്വിലാസമായിരുന്നു എന്നതാണ് എൻ്റെ ടേക്ക്.